നമസ്കാരം. KSEB ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്ന ആക്ഷേപം പുറത്തുവരുന്നതിനെ KSEB ന്യായീകരണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കുന്നതിനിടെയാണ് ഒറ്റമുറിയിൽ താമസിച്ച ഒരു നിർധനരായ വീട്ടമ്മയ്ക്ക് 17,000-ഓളം കണക്ക് വരുന്ന ബില്ല് വന്നുകൊണ്ട് KSEB വീണ്ടും കൊള്ളയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പണി തീരാത്ത കുഞ്ഞു വീടിന് കഴിഞ്ഞ ദിവസം ലഭിച്ചത് 17,445 രൂപയുടെ ബില്ലാണ്. ഒരു മുറിയും ഹാളും അടുക്കളയും മാത്രമുള്ള ആധുനിക സജ്ജീകരണങ്ങളില്ലാത്ത വീടിനാണ് ഇത്രയും വലിയ തുക കറണ്ട് ബില്ലായി കിട്ടിയത്. അമ്പിളിയുടെ വീട്ടിൽ ആകെയുള്ളത് ഒരു ഫ്രിഡ്ജും 2 ഫാനും 5 LED ബൾബുകളും മാത്രമാണ്. കനത്ത തുക ബില്ലായി ലഭിച്ചതോടെ എങ്ങനെ തുക കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് നിത്യ ചെലവിന് പോലും വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന വീട്ടമ്മ. സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിച്ചോ എന്ന് പരിശോധിക്കുന്നതിന് ശേഷം ബില്ല് കുറച്ചു നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് KSEBയുടെ വിശദീകരണം. 10 വർഷം മുമ്പ് അമ്പിളിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച കുഞ്ഞു വീടാണിത്. കഴിഞ്ഞ തവണ 780 രൂപ വന്ന സ്ഥാനത്താണ് ഇത്തവണ 17,445 രൂപ വൻ തുക ബില്ലായി ലഭിച്ചതെന്ന് അമ്പിളി പറയുന്നു. അസുഖബാധിതയായ അമ്പിളി വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. ഇത്രയും വലിയ തുക അമ്പിളിക്ക് സ്വപ്നം കാണാൻ പോലും ആകില്ല. ബില്ലിൽ പിഴവുണ്ടെന്നും ഉടൻ തിരുത്തൽ വരുത്താൻ KSEB തയ്യാറാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. വീട്ടിലെ വയറിംഗിൽ പ്രശ്നമുണ്ടെന്ന വിശദീകരണമാണ് അഞ്ചൽ ഈസ്റ്റ് KSEB അധികൃതർ നൽകുന്നത്. മീറ്ററിന് തകരാറുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ വൈദ്യുതി ബില്ല് കുറച്ചു നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ എന്നും KSEB പറയുന്നു.